നിങ്ങളുടെ ആഗ്രഹത്തിനൊപ്പം ഈ ഒരു വാക്കുകൂടി ചേർത്ത് നിങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങളിലേക്ക് എത്രയും വേഗത്തിൽ വന്നു ചേരുന്നതാണ്. എല്ലാ കുടുംബാംഗങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് ട്രീ വേൾഡ് മലയാളം യൂട്യൂബ് ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയോടൊപ്പമുള്ള സന്തോഷകരവും എന്നും നിലനിൽക്കുന്നതുമായ റിലേഷൻഷിപ്പ് ലഭിക്കാനായിട്ട് ഈ വാക്ക് എങ്ങനെ ഉപയോഗിക്കാം? നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാം? നിങ്ങൾ ആഗ്രഹിച്ച ജോലി സ്വന്തമാക്കുവാനായിട്ട് ഈ വാക്ക് നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നെല്ലാം വിശദമായിട്ട് ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാക്ക് ഏതാണ്, ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നതിന് മുൻപ് നമ്മളുടെ ഗീവ് അവയെ പറ്റി നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. ഗീവ് അവേയിൽ പങ്കെടുക്കുന്നതിനായിട്ട് നിങ്ങൾ ഓൾറെഡി ഒരു സബ്സ്ക്രൈബർ ആയിരിക്കണം. പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോസിനൊക്കെ കമന്റുകൾ ചെയ്യണം. തിരഞ്ഞെടുക്കുന്ന 2 പേർക്കാണ് നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നത്. ഗീവ് അവേ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ 21 ഡേയ്സ് വാട്സ്ആപ്പ് പേഴ്സണൽ ഗൈഡൻസ് പ്രോഗ്രാമാണ്. നെവിൽ ഗോഡാർഡിന്റെ ലോ ഓഫ് അസംഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ വാക്ക്. നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള ഫീലിംഗിൽ ഇരിക്കുന്നതിലൂടെ, വിശ്വാസത്തിൽ ഇരിക്കുന്നതിലൂടെ, അങ്ങനെ നമ്മൾ ദൃശ്യവൽക്കരിക്കുന്നതിലൂടെ നമ്മൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് കുറച്ചുകൂടി വേഗത്തിൽ ലഭിക്കും എന്നാണ് നെവിൽ ഗോഡാർഡിന്റെ ടീച്ചിങ്സിൽ പറയുന്നത്. വാക്ക് ഏതാണ് എന്ന് നമുക്ക് നോക്കാം. ഓൾറെഡി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ആ വാക്ക്. എപ്പോഴേ നിങ്ങൾക്ക് അത് ലഭിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഇതിനോടകം അത് ലഭിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ 3 വാക്കുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള വാക്ക്, നിങ്ങൾക്ക് ഏറ്റവും അടുപ്പം തോന്നുന്ന വാക്ക് നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ആഗ്രഹം തിരഞ്ഞെടുക്കുക. അത് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. ഓരോ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് നോക്കാം. ആഗ്രഹിച്ച വ്യക്തിയോടൊപ്പമുള്ള സന്തോഷകരമായ ജീവിതം ലഭിക്കാനായി ഈ വാക്ക് ഉപയോഗിക്കേണ്ട വിധം. ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയോടൊപ്പമുള്ള സന്തോഷകരമായ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് എപ്പോഴേ ലഭിച്ചു കഴിഞ്ഞു. ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയോടൊപ്പമുള്ള സന്തോഷകരവും എന്നും നിലനിൽക്കുന്നതുമായ റിലേഷൻഷിപ്പ് എനിക്ക് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു. ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയോടൊപ്പമുള്ള സന്തോഷകരമായ റിലേഷൻഷിപ്പ് എനിക്ക് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു. ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയോടൊപ്പമുള്ള സന്തോഷകരമായ റിലേഷൻഷിപ്പ് എനിക്ക് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞതിന് നന്ദി. ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയോടൊപ്പമുള്ള സന്തോഷകരമായ റിലേഷൻഷിപ്പ് എനിക്ക് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞതിന് നന്ദി. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ പേര് ചേർത്ത് നിങ്ങൾക്ക് ഈ വാചകം ഇതുപോലെ ഉപയോഗിക്കാം. ആഗ്രഹിക്കുന്ന പണം ജീവിതത്തിലേക്ക് ആകർഷിക്കാനായിട്ട് ഈ വാക്ക് ഉപയോഗിക്കേണ്ട വിധം. പണത്തിന് വേണ്ടിയാണെങ്കിൽ, ഞാൻ ആഗ്രഹിച്ച 10 ലക്ഷം രൂപ എപ്പോഴേ എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. അത് ഇതിനോടകം തന്നെ എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. ഞാൻ ആഗ്രഹിച്ച 10 ലക്ഷം രൂപ എനിക്ക് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞതിന് നന്ദി. ഞാൻ ആഗ്രഹിച്ച 10 ലക്ഷം രൂപ എനിക്ക് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു. ഞാൻ ആഗ്രഹിച്ച 10 ലക്ഷം രൂപ എനിക്ക് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞതിന് നന്ദി. നിങ്ങൾക്ക് ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന തുക ചേർത്ത് നിങ്ങൾക്ക് ഈ വാക്കുകൾ ഇതുപോലെ ഉപയോഗിക്കാം. ജോലി ലഭിക്കാനായിട്ട് ഈ വാക്ക് ഉപയോഗിക്കേണ്ട വിധം. ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് എപ്പോഴേ ലഭിച്ചു കഴിഞ്ഞു. ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു. ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞതിന് നന്ദി. ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞതിന് നന്ദി. ഈ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആഗ്രഹിക്കുന്ന ജോലിയുടെ പേര് ചേർത്ത് നിങ്ങൾക്ക് ഈ വാക്കുകൾ ഇതുപോലെ ഉപയോഗിക്കാം. ഈ വാക്കുകൾ ഈ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിയേക്കാവുന്നതായ ഒരു സംശയം, ഞങ്ങൾക്ക് പുറമേ നോക്കുമ്പോൾ അതിന് ഒരു പ്രൂഫ് ലഭിക്കുന്നില്ലല്ലോ, ഇതെങ്ങനെ സത്യമായിട്ട് മാറും എന്ന് ഞങ്ങൾ വിശ്വസിക്കും എന്നാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എങ്കിൽ നമ്മളുടെ മനസ്സിലുള്ള ചിന്ത ആദ്യം മാറ്റുക. നമ്മളുടെ മനസ്സിന് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുക അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു എന്ന്. അപ്പൊ നമ്മളുടെ ഉള്ളിൽ നിന്നും ആ മാറ്റം സംഭവിക്കുമ്പോൾ പുറമേയുള്ള യാഥാർത്ഥ്യം സ്വാഭാവികമായിട്ട് തന്നെ മാറും. ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഇത് ഒരു പേപ്പറിൽ എഴുതി നിങ്ങളുടെ പില്ലോ കവറിനുള്ളിൽ വെച്ചിട്ട് ആ തലയണയുടെ മുകളിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് ഇത് വായിച്ചിട്ട് രാത്രിയിൽ ഉറങ്ങാൻ നേരം
വീണ്ടും വായിച്ച് പില്ലോ കവറിനുള്ളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ആഗ്രഹം നടന്നു കഴിഞ്ഞു, എപ്പോഴേ നടന്നു കഴിഞ്ഞു, ഓൾറെഡി നടന്നു കഴിഞ്ഞു, ഓൾറെഡി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള ഫീലിങ്ങോടെ, എന്നുള്ള വിശ്വാസത്തോടെ നിങ്ങൾ ഈ വാക്കുകൾ പറഞ്ഞാൽ ഇത് ഒന്നുകൂടി പവർഫുൾ ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ നിങ്ങൾക്ക് അത് യാഥാർത്ഥ്യമായിട്ട് മാറും. ഇങ്ങനെ വേണം നിങ്ങൾ ഈ വാക്ക് ഉപയോഗിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങളുടെ പുറമേയുള്ള റിയാലിറ്റിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ റിയാലിറ്റി അല്ലല്ലോ എന്ന് തോന്നുമ്പോഴൊക്കെ നിങ്ങൾ ഇത് പറയുക. ഈ റിയാലിറ്റി നിങ്ങളുടെ മനസ്സിൽ ആദ്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ അത് പുറമേയും അങ്ങനെ തന്നെ സംഭവിച്ചേ മതിയാകൂ, അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. അത് 100% സത്യമുള്ള കാര്യമാണ്. ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന റിസൾട്ട് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.